പിന്നെ പച്ചമാങ്ങ പുളിയല്ലേ ആണോ എന്ന് ചോദിക്കാൻ കൊച്ചു പുളിയാണോ പച്ചമാങ്ങ പുളിയല്ലേ ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ എന്റെ ഐഡിയ എങ്ങനെ അത് കൊള്ളാം, നല്ല ഐഡിയ. ഇഷ്ടം അപ്പൊ വന്നിട്ട് ഈ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കിയേ. ഒരു തരത്തിലും ഇഷ്ടപ്പെടാൻ വഴി പച്ചമാങ്ങ ജ്യൂസാ. എന്നാ നോക്കണേ, നോക്കിയത് അവിടെ മാറാമ്പലുണ്ട്. ആണോ? മുകളിലാണോന്ന് ചോദിച്ചാ മുകളിൽ. അതങ്ങ് ഉയരത്തിലല്ലേ? ഉയരത്തിലല്ലേന്ന് ചോദിച്ചാൽ മാറാമ്പല് പാടില്ല അങ്ങനെ. അത്ര പിടുത്തൊന്നും അല്ല മാറാമ്പല. ഓ, ഇത് നമ്മള് പെയിന്റ് ഒക്കെ ഇടാൻ പോവാണ്. അതിപ്പോ ഈ ആഴ്ച വരും പുള്ളി. വന്നേച്ചാ പോയത് നോക്കിയേച്ച് നമ്മുടെ സ്ഥിരം. അത് നീ ഇവിടെ ഉള്ള ഒരു ദിവസം വീഡിയോ എടുക്കാം. അപ്പൊ എന്നാ പറയാമെന്ന് ഞങ്ങള് ഒരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ. പക്ഷെ ഇത്രയും മാവുകൾ ഉണ്ടായിട്ട് ഈ വർഷം ഏതെങ്കിലും മൂവാണ്ടനെങ്കിലും മാങ്ങ ഉണ്ടാവണം. ഈ വർഷം ഇല്ല, ഒറ്റ മാവും കനിഞ്ഞിട്ടില്ല. ഈ തൈമാവേല് മാത്രം ഇത് മൂവാണ്ടൻ തന്നെ കിളുത്തുണ്ടായത് കേട്ടോ. ആ തൈമാവേല് മാത്രം ഉണ്ണി കുറച്ച് വളരെ കുറവ്. അത് ഈ വെയിലടിക്കുന്ന ഇങ്ങോട്ടുള്ള അങ്ങോട്ടൊരു കൊമ്പുണ്ടായിരുന്നു. പക്ഷെ ആ പൊളച്ചറമാവിന്റെ ആ വലിയ അപ്പച്ചൻ നട്ട ആ മാവാട്ടെ, വലിയ മാവുകളല്ല, ആ മാവിന്റെ കൊമ്പിന്റെ അങ്ങോട്ട് അത് തന്നെ കിളുത്തായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഈ മാവ് പൊങ്ങിപ്പോയപ്പോ കണ്ടോ അതേ ആ കൊമ്പ് വളഞ്ഞിഞ്ഞ പോകുന്നത്. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ കുറച്ച് മാങ്ങി അതിലുണ്ടായേനെ. പക്ഷെ ആ മാവിന്റെ കൊമ്പ് അങ്ങനെ നിൽക്കുന്നോണ്ട് അതിന് നടന്ന് പോവാൻ വളർന്ന് കയറാനുള്ള സാഹചര്യം ഇല്ലാതെ പോയി. അപ്പൊ അത് കാരണം ആ കൊമ്പ് വളഞ്ഞു പോയി. പക്ഷെ ആ കൊമ്പിലും 1-2 കൊല ഇങ്ങനെ പൂത്തിട്ടുണ്ട്. പക്ഷെ 3 വേറെ മൂവാണ്ടമാവ് പറമ്പിൽ നിപ്പുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു ഒത്തിരി പഴകിയത് കൊണ്ടാണോ ഇത്തിക്കണ്ണയൊക്കെ കയറിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. മാങ്ങയില്ല ഇത്തവണ. പിന്നെ മണമുള്ള മാങ്ങയില്ലേ നമ്മള് മാമ്പഴക്കറക്കി വെക്കണേ, അതില് കഴിഞ്ഞ കൊല്ലം ഉണ്ടായത് കൊണ്ട് ഇക്കൊല്ലം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങള് പച്ചമാങ്ങ ജ്യൂസിന് വേണ്ടി കറി വെക്കണ മാങ്ങ ഇവിടെ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ഫ്രഷ് മാങ്ങ, ചക്കക്കുരു മാങ്ങയ്ക്ക് വേണ്ടി മേടിച്ച ഒരു മാങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ മാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് ഞങ്ങൾ ആ മാങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പോവാം. എന്നിട്ട് അത് കുടിച്ചിട്ട് അതിന്റെ അഭിപ്രായം എങ്ങനെയാന്നുള്ളത് പറയാം. ഇപ്പൊ പുറത്തേക്ക് പോകും. അപ്പൊ പോയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കത് കൊടുക്കാം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാം. നല്ല ടൈമിൽ അത് കൊടുക്കാൻ പോണേ. ആ മാങ്ങ പറയട്ടെ, ആ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാ. കറി വെച്ചിട്ട് പുളിയുണ്ട്. ഞാൻ ഒരെണ്ണം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. അപ്പൊ ഇച്ചിരി അധികം ഷുഗർ ചിലപ്പോ ഇടേണ്ടി വരും. എങ്ങനെയാന്നറിയില്ല. ഏതായാലും അടിച്ചു നോക്കാം. പുളിയുള്ളത് കൊണ്ട് അപ്പയ്ക്ക് അധികം ഇഷ്ടപ്പെടുവോന്നറിയില്ല. എനിക്ക് കുഴപ്പമുണ്ടാവും. ഏതായാലും വേനൊക്കെ 1:30 സമയം നമുക്കൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കാം. അപ്പൊ ഇപ്പൊ വീട്ടിൽ പോയേച്ച് വരും, പുറത്തിറങ്ങുക. ഇപ്പൊ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വന്നതാ. അപ്പൊ നമുക്ക് വരുമ്പോ അത് ടേസ്റ്റ് ചെയ്യാനും കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അന്നേരം അഭിപ്രായം ചോദിക്കാം. ഇച്ചിരി ഐസ് ക്യൂബ് ഒക്കെ ഇടായിരുന്നു. പക്ഷെ ഐസ് ക്യൂബ് ഇട്ട് അപ്പൊ കുടിക്കൂല. തണുപ്പ് വെയിലത്തുനിന്ന് കയറി വരുമ്പോ അധികം തണുപ്പ് കുടിക്കൂല. എനിക്ക് എത്ര വെയിലത്തുനിന്ന് വന്നാലും തണുപ്പ് കുടിക്കണം. അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. ഓക്കെ, എന്നാ നമുക്ക് ചെയ്യാം അല്ലേ? അതെ. മാങ്ങ ഇത്ര മതിയല്ലേ? അത് മതി. 2 പൂള എടുത്തിട്ടുള്ളൂ. ചെറിയ ഗ്ലാസ് ഉണ്ടാക്കണേ. അത് മതിയല്ലോ. ഈ പൂണ് കഴിക്കാനുള്ളല്ലേ. ഇതെന്നാന്നറിയാലോ? പുതിന. മല്ലിയില അല്ല കേട്ടോ, പുതിന. ഇച്ചിരി ഇഞ്ചി കേട്ടോ, അതിന് പാകത്തിനുള്ള ഇഞ്ചി. പിന്നെ ആദ്യം എന്നാ ഉണ്ടെന്ന് വെച്ചാ സ്വല്പം വെള്ളം ഒഴിച്ച് വെച്ചൊന്ന് അടിക്കണം. ഇച്ചിരി ഉപ്പ് ഇടണം. മാത്രല്ല ഇച്ചിരി ഷുഗർ വേണം. ഭയങ്കര പുളിയായിരിക്കും. മറ്റേ ഷുഗർ ഇടാം അല്ലേ? അല്ലെങ്കിൽ അത്ര മതിയോ? മതി. ഇത്രയല്ലേ സാധനം ഉള്ളൂ. അത് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണത്. എന്നിട്ട് ഞാൻ ആ ഷുഗറും കൂടെ എടുക്കട്ടെ. പുളിയായപ്പോഴേ ഇച്ചിരി ഷുഗർ ഇട്ടില്ലെങ്കിൽ അപ്പൊ തൊടൂല. എനിക്കില്ലേ ഇച്ചിരി ഐസ് ക്യൂബ് ഇടണം. ഇത് മതിയായിരിക്കും. ഇച്ചിരി ഇടാം. എടി പുളിയായിരിക്കും. പിന്നെ പച്ചമാങ്ങ പുളിയല്ലേ ആണോ എന്ന് ചോദിക്കാൻ കൊച്ചു പുളിയാണോ? പച്ചമാങ്ങ പുളിയല്ലേ? അല്ല, അത്ര പുളിയുള്ള മാങ്ങയാണോ അത്? വാങ്ങിച്ച മാങ്ങയല്ലേ, പുളിയുണ്ട്. കറി വെച്ചിട്ട് പുളിയുണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് വെള്ളരിക്ക മാങ്ങ വെച്ചിട്ട്. പിന്നെ ചമ്മന്തിക്ക് നല്ല പുളിയായിരുന്നു. വർത്താനം പറഞ്ഞാൽ ചിലപ്പോ സമയം തെറ്റും. ഇച്ചിരി വെള്ളം ഒഴിച്ച് നോർമൽ വാട്ടർ കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കേണ്ടവർക്ക് തണുത്ത വെള്ളം ഒഴിക്കാം. എനിക്ക് തണുത്ത വെള്ളം എന്തോരം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇവിടെ തണുത്ത വെള്ളം ഒഴിച്ചാൽ ചിലപ്പോ അപ്പ കുടിക്കൂല. തൊണ്ട ഈ ചൂടത്ത് ഇങ്ങനെ വരുമ്പോ തണുത്തോളം ഒഴിച്ചാൽ ശരിയാകൂല എന്ന് പറയും. അതുകൊണ്ട് എന്നിട്ട് പറയും എനിക്ക് വിഷയമില്ല എന്നൊക്കെ പറയും. പക്ഷെ അപ്പയ്ക്ക് അത് കുടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവൂല. അതുകൊണ്ട് നമുക്ക് ഇത് അടിച്ചിട്ട മിക്സ് ചെയ്യുമ്പോ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചാ നമുക്കങ്ങ് കുടിച്ചു വെക്കാം. ബാക്കി അപ്പയ്ക്ക് പുറത്തിരുന്ന് തണുപ്പ് പൊക്കോളും. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്റെ ഐഡിയ എങ്ങനെയാ? അത് കൊള്ളാം, നല്ല ഐഡിയ. അപ്പൊ ആദ്യം
ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. എടുക്കാം. എന്നിട്ട് നമുക്ക് പകർത്താം ഗ്ലാസ്സുകളിൽ കേട്ടോ. ഓക്കെ. പകർത്തട്ടെ. അപ്പൊ ഇതിലടിച്ചപ്പോഴേ ശരിയായില്ല, അടിയണില്ല. ഞാൻ പിന്നെ ചെറിയ ബൗളിൽ അടിച്ചതേ. ചുരുക്കാൻ പറഞ്ഞപ്പോ എല്ലാം എടുത്തു. ദേ നോക്കിക്കോട്ടോ. അല്ല, വെള്ളം ചേർക്കാം. വെള്ളം ചേർത്താ സ്വാദ് പോവോ? വെള്ളം ചേർത്തല്ലേ ഇത് കുടിക്കണ്ട. അല്ലാണ്ട് ഡൈല്യൂട്ട് ചെയ്ത് അല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഇച്ചിരി ഉപ്പ് വെള്ളം ചേർത്തിട്ട് പോരെ? ഏതായാലും ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന വെള്ളേ ചിരിട്ട് വാട്ടണം, എന്നിട്ട് പുറത്ത് വെച്ചേക്കാം. അപ്പൊ അപ്പയ്ക്ക് തണുപ്പ് പൊക്കോളും. കുഴപ്പമില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കുടിക്കുകയും ചെയ്യും. എനിക്ക് വേണ്ടായിരുന്നു, പുളിപ്പുണ്ടോ. കുഴപ്പമില്ല കേട്ടോ പുളിപ്പ്. ഈ പറയണ പോലെയുള്ള രുചിച്ചു നോക്കി. എനിക്ക് നല്ല ഇഷ്ടായിട്ടോ. മിന്റിന്റെ രുചി. മിന്റിന്റെ രുചി വന്നപ്പോഴാ ശരിക്കും നല്ല ടേസ്റ്റ് ആയി. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. കാരണം ദിസ് ഇസ് വെരി ഡെലീഷ്യസ്. ഡെലീഷ്യസ് എന്ന് പറയുന്നേക്കാൾ ഉപരി ദിസ് ഈസ് വെരി റിഫ്രഷിംഗ് എന്നാണ് ഞാൻ വേണ്ടതല്ലേ. അതെ 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 അതെ. ഇതിലേക്ക് ഇച്ചിരി അങ്ങ് ഒഴിക്കാം. ഇത് ഞാൻ പോന്നോട്ടല്ല മുട്ട ഞാൻ ഒഴിക്കും കേട്ടോ. ഐസിറുണ്ടല്ലോ. വേണ്ട, എനിക്ക് തണുപ്പിൽ തന്നെ കുടിക്കണതാ ഇഷ്ടം. എനിക്ക് വെരി റിഫ്രഷിംഗ് ആണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ഞാനൊന്ന് ഇളക്കി തരാം. കുടിക്കുക. ഒന്ന് ഇളക്കണം. നോക്കാട്ടോ, നോക്കട്ടെ. ഇപ്പൊ എല്ലാം പാകാം. ഉപ്പ് മതി. ഇച്ചിരി കുടിച്ചു നോക്കാം. നല്ല ഞാനൊന്ന് കുടിച്ചു നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. റിഫ്രഷിംഗ് ആണോ ഇല്ലയോ എന്ന് ഒന്നുകൂടി ഞാൻ കുടിച്ചിട്ട് പറയാം കേട്ടോ. ഇച്ചിരി കൂടി തണുത്ത വെള്ളം ഒഴിക്കണം. അപ്പൊ ശരിക്കും നല്ല റിഫ്രഷിംഗ് ആവും. നല്ല ജ്യൂസാണ് കേട്ടോ. നല്ല ജ്യൂസാ. നല്ലതാ. ആ പൊതിനെ മിന്റൊക്കെ ചേർന്നപ്പോ നല്ല ടേസ്റ്റ്, നല്ല രസാ. പകുതി കുടിച്ചോ. അപ്പൊ പകുതി കൂടുതൽ കുടിക്കില്ല. എന്നാന്നറിയാമോ, ഈ തണുപ്പുണ്ട് ഒന്ന്. രണ്ട് ഊണ് കഴിക്കാനും ഉള്ളതല്ലേ. അധികം കുടിക്കില്ല. പകുതി കുടിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് തണുപ്പ് അത് ഇല്ലാത്തോണ്ട് വേണ്ട. അതുകൊണ്ടാ. നല്ല ടേസ്റ്റ് ആണ്. ഇനി എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് ഇത്രയും കൂടി ചില്ലി ചേർക്കാം. പിന്നെ ഒരു കാര്യം പറയാം, ചില്ലിയും ചേർക്കാം. ഇച്ചിരിയോടെ ഇഞ്ചി ചേർത്താൽ നല്ലതാ കേട്ടോ. പിന്നെ നീ പറഞ്ഞ പോലെ ഒരു കാന്താരി ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ല. സാധനം നല്ലതാ, നല്ലതാ. പുറത്തൊക്കെ പോയേച്ചു വരുമ്പോ ഒന്ന് എപ്പോഴും ഈ മധുരമുള്ള നാരങ്ങാ വെള്ളവും പിന്നെ മറ്റേ തണ്ണിമത്തൻ ജ്യൂസും അങ്ങനെയുള്ളത് മധുരമുള്ളതല്ലേ കഴിക്കുന്നത്. ഇങ്ങനെയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാ. വയറിനൊക്കെ നല്ലതാന്ന് എനിക്ക് തോന്നണം. മാങ്ങയാകുമ്പോ അപകടം ഇല്ലല്ലോ. നമ്മുടെ നാച്ചുറൽ ഇത് തന്നെയല്ലേ. അടിപൊളിയാ. അപ്പ വന്നിട്ട് ഈ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കിയേ. ഒരു തരത്തിലും ഇഷ്ടപ്പെടാൻ വഴി അപ്പ വന്നൂട്ടോ. അപ്പൊ വന്നു ഞാൻ അറിഞ്ഞല്ലോ. വാഹനത്തിന്റെ ഒച്ച ഞാൻ കേട്ടു. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇളക്കിയേച്ചെടുക്കണം കേട്ടോ. ലൈറ്റ് സ്പെഷ്യൽ ജ്യൂസാ. ചൂടത്ത് കുടിക്കാനുള്ള സ്പെഷ്യൽ ജ്യൂസ്. പുറത്ത് ചൂടുണ്ടോ? മാവ് പോയതിന്റെ ഇത് ഇപ്പഴാ അറിയണം. കാര്യം മാങ്ങ കാര്യമായിട്ട് ഇല്ലെങ്കിലും ആ കപ്പൂസ് കൊണ്ടതൊക്കെ അത് ഇത് കുടിച്ചോ. പച്ചമാങ്ങ ജ്യൂസാ. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പച്ചമാങ്ങ പച്ചമാങ്ങ. പണ്ടത്തെ പാട്ടാ ഇപ്പോഴും. പക്ഷെ എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. പൊതിനയൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, മാങ്ങയുടെ ഫ്ലേവർ ഉണ്ട്. നല്ല റിഫ്രഷിംഗ് അല്ലേ. പക്ഷെ ആ മാങ്ങ ഒരു രുചികരമല്ല. ഏത് മാങ്ങയത്? ഇതും മേടിച്ചതാ. നല്ല മാങ്ങ ആണെങ്കിൽ, നാട്ടുമാങ്ങ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായി ടേസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ ഒരു എനിക്ക് തോന്നണതാട്ടോ. അതിലെ ഇതായി കഴിയുമ്പോൾ നമുക്കൊന്ന് പറിച്ചുണ്ടാക്കാം. അതല്ലെങ്കിൽ ഈ ഉപ്പുമാങ്ങ ഇടുന്ന മാങ്ങയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് പുറത്തുനിന്ന് പോയി വരുമ്പോ കുടിക്കാൻ നല്ല റിഫ്രഷിംഗ്.
ഇല്ല ഇല്ലേ? ഇല്ല. അവിടെ മാങ്ങ ഇല്ല. ഹും. നല്ല രുചിയല്ലേ കുടിക്കാൻ, പുറത്തുനിന്ന് ചൂടത്തൊക്കെ കയറി വന്നു കഴിയുമ്പോ. ബാക്കി നീ കുടിക്കും. ചോറ് വിളമ്പാറായി ഇപ്പൊ. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയല്ലേ പറഞ്ഞു ഇഷ്ടപ്പെടൂല എന്നൊക്കെ. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. മാങ്ങയ്ക്ക് ഒരു പ്രത്യേകത പറഞ്ഞു. വേറൊരു മാങ്ങയായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോണ്ടമാവേലൊന്നും നോക്കാം. അതിലായി കഴിയുമ്പോ മമ്മയുടെ അടുത്തും ഇല്ലെന്ന് പറഞ്ഞു. നമുക്ക് ചോറ് വിളമ്പാം.